എന്താ വീട് കിടക്കണ കോലം. ഈ ഗതിയില്ലാത്തവൾ വന്ന് കയറി പിന്നെ എല്ലാം ഐശ്വര്യം അങ്ങോട്ട് പോയി. അടിയില്ല തുടയില്ല എന്നാ തോന്നണത്. എടേ എടേ ആ അമ്മായിയോ? അമ്മ എന്താ ഈ സമയത്ത്? ഇതേ എൻ്റെ വീടാണ്. ഇവിടേക്ക് വരണമെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തൊക്കെ അനുവാദം ചോദിക്കണ. 1 രൂപ പോലും വാടക തരാണ്ടല്ലേ നീ ഞെളിഞ്ഞതിനകത്ത് ഇരിക്കുന്നത്. എന്നിട്ട് അവളുടെ ചോദ്യം നോക്ക്. എടീ, നീ എന്ത് കൊടുത്തിട്ടാണ് എൻ്റെ കെട്ടിയവനെ മയക്കെടുത്തിരിക്കുന്നത്? അമ്മ എന്തൊക്കെയാ പറയണത്? അങ്ങേർക്ക് വിവരമില്ല. നീ കണ്ണീരും കൈയും കാണിച്ചപ്പോഴേ അയാൾ അതിൽ വീണ് പോയിട്ടുണ്ടാകും. അല്ലെങ്കിലും അങ്ങേരെ പോലെയല്ല ഞാൻ. എനിക്ക് പൈസ പറഞ്ഞാൽ അത്രയും വേണ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് 5 പൈസ തരാണ്ട് ഇവിടെ ഇരിക്കാന്നുള്ള ബോധം ഇന്നത്തോടെ മാറ്റിക്കോ. നാളെ തൊട്ട് വാടക തന്നോ. അമ്മായിക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാലോ. പെട്ടെന്ന് ഇങ്ങനെ അമ്മായി എന്തായാലും കുറച്ച് സമയം തന്നാ ഞാൻ പൈസ തരാം. നിന്റെ എന്ത് കാര്യടി? അല്ലെങ്കിലും ഈ ഭർത്താക്കന്മാർ പറഞ്ഞാലേ ചില്ലറ ചുറ്റിക്കളികളൊക്കെ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ ഭാര്യമാർ കണ്ടില്ല കേട്ടില്ല അങ്ങോട്ട് നടക്കണം. അല്ലാണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും പെട്ടിയും കൂട്ടിയെടുത്ത് അങ്ങോട്ട് വീട് വിട്ട് ഇറങ്ങല്ല വേണ്ടത്. അല്ല, ഇനിയിപ്പോൾ ഇറങ്ങിയാൽ തന്നെ അതിന് നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഗതി ഉണ്ടാകണം. അത് തീരെയില്ലല്ലോ. ഇതിപ്പം ഞങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എന്തിൻ്റെ കേടാടി? സ്വന്തം ഭർത്താവ് ഇങ്ങനെ തോന്നിയ ദിവസം ചെയ്യുമ്പോൾ ആ പൊടിക്കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കണം എന്ന് അമ്മായി പറയുന്നു. ആ നിൽക്കണം. അവനെ നല്ല ജോലിയും കാര്യങ്ങളും ജീവിക്കാനുള്ള നല്ല പക്വമുണ്ട്. നിനക്കതില്ലല്ലോ. അപ്പം നീ എന്ത് വേണം? അവൻ പറയണൊക്കെ കേട്ട് അനുസരിച്ച് ആ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണമായിരുന്നു. ഇതിപ്പം എൻ്റെ ജീവിതം തൊലിക്കാൻ വേണ്ടിയിട്ടല്ലേടി ഇപ്പോഴേ നീ പുറപ്പെട്ടത്. ഞാൻ ആദ്യം ജീവിതം തകർക്കാൻ വേണ്ടി വന്നു എന്നല്ല അമ്മായി. എൻ്റെ ജീവിതം പോയി കിടക്കുക. അമ്മയ്ക്കൊരു മോളില്ലേ? അവൾക്ക് ഈ അവസ്ഥ വന്നെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ പറയായിരുന്നോ? മോളുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പറയുള്ളൂ. അങ്ങനെ ഭർത്താവന്മാരെന്തെങ്കിലും ചെയ്യുകയോ 2 തല്ലുകയോ ചെയ്താൽ അവിടെ തന്നെ പിടിച്ച് നിൽക്കണമെന്നേ പറയുള്ളൂ. അല്ലാണ്ട് നിന്നെ പോലെ പെട്ടിയെടുത്തിട്ട് വാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. 1 രൂപ പോലും തരാണ്ട് ഈ വീട്ടിൽ താമസിക്കണം ഞാൻ വിചാരിച്ചല്ല അമ്മായി. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിന്നപ്പോൾ അമ്മാവൻ തന്നെയാണ് പറഞ്ഞത്, എനിക്കൊരു ജോലി കിട്ടി വരുമാനമാവുന്നവരെ ഇവിടെ താമസിച്ചോ, വാടകയൊന്നും വേണ്ട എന്നുള്ളത്. അതും പറഞ്ഞിട്ട് ഞാൻ പൈസ തരില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. നല്ല ജോലി കിട്ടിയ എന്തായാലും തരും അമ്മായി. അങ്ങേരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് വിവരമില്ലാത്തതുകൊണ്ടാ. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല. നീ പറഞ്ഞില്ലേ ജോലി കിട്ടിയിട്ട് വാടക തരാമെന്ന്. ഏത് കാലത്തടി നിനക്ക് നല്ലൊരു ജോലി കിട്ടും തോന്നുന്നുണ്ടോ? അതുകൊണ്ടേ ഇവിടെ താമസിക്കണേ നീ 30,000 രൂപ ഒരു അഡ്വാൻസ് എങ്കിലും തരണം. എന്നിട്ട് പൊറുതി തുടങ്ങിക്കോ. എൻ്റെ അടുത്ത് 1 രൂപ പോലും എടുക്കാനില്ല അമ്മായി. ആ കൂട്ടുള്ളൊരു താലിച്ചേനെ വിറ്റിട്ടാ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയതും കുഞ്ഞിൻ്റെ ഫീസ് അടിച്ചതൊക്കെ. എനിക്ക് കുറച്ച് സമയം മതി, അതിനുള്ളിൽ ഞാൻ എന്തെങ്കിലും തന്നോളാം. ഗതിയില്ലെങ്കിലും ചെക്കനെ വലിയ സ്കൂളിൽ വിട്ടിട്ടേ പഠിപ്പിക്കുള്ളൂ. എൻ്റെ നിനപ്പ് കൊള്ളാലോടി. അവിടെ ഇരിക്കുമ്പോഴല്ലേ അവൻ അവിടെ സ്കൂളിൽ ചേർത്തത്. എന്നാൽ പിന്നെ അവൻ്റേതും മാറിയാലേ നിനക്ക് ആ ചെക്കനെ അങ്ങോട്ട് മാറ്റിക്കൂടെ? ഇതിപ്പോൾ ഗതിയില്ലെങ്കിലും നല്ല പ്രൈവറ്റിലൊക്കെ പഠിപ്പിക്കണം. ആ ഗവൺമെൻറ് സ്കൂളിലെ എല്ലാം ഫ്രീ ആയിട്ട് തരുന്നില്ലേ? എന്നാൽ പിന്നെ അങ്ങോട്ട് വിട്ട് പോരായിരുന്നോ? അഡ്വാൻസ് തരാനില്ലെങ്കിലേ നീ പോയി നിൻ്റെ കെട്ടിയവൻ്റെ ചോദിക്കടി. എന്തായാലും നാളെ മേലെ കേസും കൂട്ടമൊക്കെ ആയിക്കഴിഞ്ഞാലേ അവൻ അങ്ങോട്ട് പൈസ തരേണ്ടി വരില്ലേ? അത് കുറച്ച് നേരത്തെ ആയിക്കോട്ടെ. എന്തായാലും പഴയ ഭാര്യയല്ലേ, അവന് നിൻ്റെ അടുത്ത് സ്നേഹമൊക്കെ ഉണ്ടാകും. പോയി ചോദിച്ചാൽ എന്തായാലും കിട്ടും. 10 ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് ശമ്പളം കിട്ടും. അപ്പം ഞാൻ എന്തെങ്കിലും അമ്മയ്ക്ക് തരാം. 30,000 ഞാൻ ചോദിച്ചത്, അല്ലാണ്ട് നിൻ്റെ ശമ്പളം കിട്ടി 8,000 കുലുവയല്ല. അല്ലടി, നീ എൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് എന്തോ മെഷീൻ വാങ്ങിക്കണമെന്നോ തുണി എടുക്കുക അവിടേക്കോ പോകണമെന്നൊക്കെ പറയണ കേട്ടല്ലോ. നീ എങ്ങനെയാടി ആ പ്രായമുള്ള മനുഷ്യനിങ്ങനെ കറക്കിയെടുത്തത്? അമ്മ ഇങ്ങനൊന്നും പറയല്ലേ. അമ്മാവനെ ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ കാണുന്നത്. മതിയടി പുരാണം പറഞ്ഞത്. നിൻ്റെ അച്ഛനാണെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുമോടി? ഗതിയില്ലാത്തൊരു കുടുംബവും. എന്നിട്ട് അവളുടെ പറച്ചിൽ കേട്ടാലോ അംബാനിനെ പോലെ സംസാരം. 2 ദിവസം അതിനുള്ളിൽ ഞാൻ പറഞ്ഞ അഡ്വാൻസ് തുക 30,000 എൻ്റെ കയ്യിലെത്തിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്കവിടെ മുന്നോട്ട് താമസിക്കാം. പിന്നെ ശമ്പളം 8,000 ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എല്ലാ മാസവും 5-ാം തീയതി ആകുമ്പോൾ ഞാൻ വാടക വാങ്ങിക്കാൻ വരും. 5,000 അതിന് മാറ്റി വെച്ചോ. അതെ പെണ്ണേ, ഇവിടെ ഞാൻ വന്നതോ ഈ പൈസ ചോദിച്ച കാര്യമോ നീ നിൻ്റെ അമ്മാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ
പിന്നെ ഈ കമലം ആരാണെന്ന് നീ അറിയും. ഒന്നുമില്ല കുഞ്ഞുസേ, ജീവിക്കണമെങ്കിലേ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം. അതല്ലെങ്കിൽ ഒരു വില ഉണ്ടാവില്ലടാ. അമ്മ കരയണ്ട, കുഞ്ഞ് ബിഗായിട്ട് പൈസയൊക്കെ കിട്ടിയിട്ട് അമ്മന്റെ നോക്കും. കുഞ്ഞുസേ, പപ്പ കൂടില്ലാത്തതിന് മോന് വിഷമമുണ്ടോടാ? കുഞ്ഞിക്ക് സങ്കടമൊന്നുമില്ല, അമ്മയല്ലേ, അമ്മ മതി. മോനാട്ടോ ഇവിടെ. ഹലോ, എന്നെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. വരുണല്ലേ SN കോളേജിൽ പഠിച്ചത്? അല്ല കേട്ടോ, ഞങ്ങൾക്ക് ആൾ മാറിയതരി. അയ്യോ സോറി കേട്ടോ, എൻ്റെ കൂടെ പഠിച്ചൊരു വരുൺ ഏകദേശം ഇതുപോലെ തന്നെയാ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അത് സാരമില്ല. നിങ്ങൾ ഇവിടെ തന്നെയാണോ? ആക്ച്വലി ഞാൻ കോട്ടയത്താണ്. ഇപ്പോൾ ഇവിടെ ഒരാഴ്ചയായിട്ട് ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടേ. കുറേ ആയിട്ടൊരു വീട് നോക്കി നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇവിടുത്തെ ആളാണോ? ഞാൻ ഇവിടെ തന്നെയാണ്, ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എനിക്ക് ചന്ദനാരൊരു ഫ്ലാറ്റ് ഉണ്ട്, അതിൽ വല്ല ഒഴിവുണ്ടോയെന്ന് നോക്കണോ? ഫ്ലാറ്റ് എന്തായാലും വേണ്ട, ഞാൻ കുറേ ആയിട്ട് ഈ ഒരു ലൈഫിലാണേ, അതുകൊണ്ട് അത് വേണ്ട വെച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ തന്നെ അന്വേഷിച്ചപ്പോൾ കുറേ ഫ്ലാറ്റുകളാണ് വന്നത്. ഞാൻ ആക്ച്വലി നോക്കുന്നത് ഒരു വില്ല ടൈപ്പാണ്, അതാണെങ്കിൽ ഒരു ഹോംലി ഫീൽ കിട്ടുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? വില്ല ടൈപ്പാണല്ലേ നോക്കണേ? കിട്ടുമായിരിക്കും, ഞാൻ ശ്രമിച്ച് നോക്കാം. അല്ല, വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് പുറത്താണേ, വർഷത്തിൽ എപ്പോഴെങ്കിലും വരുള്ളൂ. ഓക്കേ. അല്ല, പേരെന്താ? ശ്രേയ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ, എൻ്റെ പേര് ആകാശ്. കാണാം. ദിനേഷ്, ഞാൻ ആകാശിനെ മീറ്റ് ചെയ്തു. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് പോകുന്നത്. എടാ, നിന്റെ ബോസ് വിളിച്ചോ? ഈ കമല, നീ ആ സന്ധ്യനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നാ? പോയിട്ടുണ്ടായിരുന്നു. എന്താന്നോ? അല്ലടി, നീ എന്തൊക്കെയാണ് അവിടെ പോയിട്ട് വിളിച്ചു പറഞ്ഞത്? അന്നത്തെ അരമണിക്കൂറായില്ല, അപ്പോഴേക്കും നിങ്ങൾ വിളിച്ചു പറഞ്ഞു അല്ലേ? വല്ലാത്തൊരു പെണ്ണെന്നത്. ആ കുട്ടി വിളിച്ച് പറഞ്ഞോന്നല്ല, ഇനിയിപ്പോൾ അതും പറഞ്ഞ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്ക്. ആ ലക്ഷ്മിനെ കണ്ടപ്പോൾ പറഞ്ഞതാ നീ അവിടെ പോയിട്ട് എന്തൊക്കെയാ പ്രശ്നം ഉണ്ടാക്കിയെന്ന്. അല്ല, നിനക്ക് എന്തിൻ്റെ കേടാ? ആ കുട്ടി അവിടെ ഇരുന്നാൽ നിനക്ക് എന്താ പ്രശ്നം? അവൾ ഇരിക്കണേന് ഒരു കുഴപ്പമില്ല എനിക്ക്. അല്ലെങ്കിലും എത്ര കാലം ഇങ്ങനെ വെറുതെ ഇരിക്കും? വാടക ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു 8000 രൂപയെ ശമ്പളം ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് തരാം അമ്മായി എന്നൊക്കെ പറഞ്ഞു. എന്ത് വേണ്ടിട്ട് വിശ്വസിക്കും? അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു 30,000 അഡ്വാൻസ് പറഞ്ഞു. അത് ഊറ്റാണ്ട് വെറുതെ കയറിയിരിക്കാൻ അവിടെ. ആ കുട്ടിയിൽ പൈസ ഇല്ലാന്ന് നിനക്ക് അറിയുന്നല്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് 8000 രൂപ കിട്ടുക. വേറൊരു കമ്പനിയിൽ ജോലി നോക്കാൻ പറഞ്ഞാൽ ശരിയാവുന്നില്ല. എടോ, അതിൻ്റെ ഗതികേട് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഒരു പൊടി കുഞ്ഞു അല്ലേ കയ്യിൽ, എന്നിട്ട് അവിടെ പോയിട്ട് പൈസ വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ പൈസ വെച്ചുകൊണ്ട് അത് മനസ്സമാനത്തോടെ ആ കുട്ടിക്ക് അവിടെ ഇരിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? എനിക്കൊന്നും അറിയുന്നില്ല. എന്തിനാ കമലോ, എന്തിനാ നീ ഇങ്ങനെ ഓരോരുത്തരെ ദ്രോഹിക്കാൻ നിൽക്കുന്നത്? ഇരിക്കണമെന്ന് ആർക്കും ഒരു നിർബന്ധമില്ല. പോവാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ, അതിന് തന്നെയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഒന്ന് നിർത്തില്ല അവിടെ നിന്ന്. താന്ന് വരുമ്പോൾ തലയൊക്കെയായിരുന്നോ? കുറേ നേരം അവൾ ഡയലോഗ് അടിക്കുന്നത്. നിന്നെ കെട്ടിച്ചുകൊണ്ടിരുമ്പോൾ നിന്നെ വീടിന് കൊണ്ടത് അറിയത്? അതെൻ്റെ തറവാട് സ്വത്താണിത്. അത് എന്ത് ചെയ്യണം, അവിടെ ആര് താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, അല്ലാണ്ട് നീയല്ല. ആ കുട്ടി അവിടെ തന്നെ താമസിക്കും, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ചെയ്. രമേശാ, നീ ഒരു ടൈലർ മെഷീൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ ഒരു 3 എണ്ണം തൽക്കാലം വേണം. അത് നമ്മുടെ ഒരു ഒരു പാവം കൊച്ചാണ്. ഒരു ടൗണിലൊരു റൂമൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാക്കിയിട്ടുണ്ടേ.
അല്ല അപ്പം അതിൻ്റെ പൈസയായി മാസം മാസം തരുള്ളൂ അടച്ചടച്ച്. അതൊന്നുമില്ല, ഇതിപ്പം ഞാൻ അത്രയും സഹായിച്ച് ആ കുട്ടി അത് പിന്നെ വേണ്ട പറയും, അങ്ങനത്തെ ഒരു കൊച്ചാതെ. അപ്പോൾ അവിടെ നിന്ന് ജോലി ചെയ്തിട്ട് ആ കുട്ടീനെ തന്ന് തീർത്തോളും. അല്ല അത് തന്നെ നല്ലത്, പിന്നെ ആരെയും കേൾക്കണ്ടല്ലോ. ആ പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ നോക്ക്. ഞാൻ ആധാറോ ഞാൻ കുട്ടിയോട് പറയാം. ഈ വാട്സാപ്പിൽ അയച്ചാൽ മതിയാ? ആ ശരി ശരി. ആ നീയൊക്കെ കണ്ടോടി നിന്റെ മുന്നിൽ ആ കുട്ടി എങ്ങനെ വളർന്നു വരുന്നെന്ന്. അതിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, കുറച്ച് ധൈര്യം മാത്രം കൊടുത്താൽ മതി. അതേ ഞാൻ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ എൻ്റെ 5 പൈസ ആ കുട്ടിക്ക് വേണ്ട. ഉണ്ടേ ഇയാൾക്ക് എന്തിൻ്റെ കേടാ? ഏത് നേരം പെണ്ണിന്റെ പുറകെയാണല്ലോ. അതിന്റെ കുടുംബം നശിച്ചു, ഇനിയിപ്പൊ എന്റെയും കൂടി നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുക. ജന്തു എന്ത് കൈവശമാണാവോ നിനക്ക് കൊടുത്തിരിക്കണത്. എന്തായാലും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എൻ്റെ മോൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പറയണം. ശേഖരൻ്റെ വീട്ടിൽ പുതിയതായിട്ട് വാടകയ്ക്ക് വന്ന ആളാണല്ലേ? ഭർത്താവില്ലേ ചേച്ചി? അതെ വിട്ടിട്ട് പോയതാ. ആ നിക്ക ചേച്ചി, അങ്ങനെ പോയാലോ? ചേച്ചി ഈ നാടത്ര വെടുപ്പില്ലാത്തതാണ് കേട്ടാ. എന്തായാലും ഭർത്താവൊന്നും ഇല്ലാത്തല്ലേ. എന്തേലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേച്ചി സൂര്യ ഇവിടെ തന്നെ ഉണ്ടാവും, ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ ചേച്ചി. നമ്മുടെ കയ്യിലൊക്കെ കിട്ടാണ്ട് എവിടെ പോകാനാ, ഇതൊക്കെ കിട്ടും. സന്ധ്യേ 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 സന്ധ്യേ